ഹലോ, ഗുഡ് മോർണിംഗ്. എന്തായി ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയോ? ഞാനിവിടെ തുടങ്ങാൻ പോകുന്നു. ഉച്ചക്കലത്തേക്കുള്ള രാവിലത്തെയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കലത്തെ സാമ്പാറിന് പരിപ്പ് വേവിക്കുന്നു. പരിപ്പിൻ്റെ കൂടെ കുറച്ച് ഞാൻ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ, മുഴുവനോടെ ഉള്ളി ഇട്ടു. അത് നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ അങ്ങനെ കുറേ അധികം കഷ്ണങ്ങൾ ഇടാറില്ല കേട്ടോ. കുറച്ച് വെള്ളരിക്ക ഇടും, ഒരു ഉരുളൻകിഴങ്ങ് ഇടും, ക്യാരറ്റ് ഇടും. സാമ്പാർ കൂടുതൽ വേണമെങ്കിൽ ഞാൻ അങ്ങനെ അധികം കഷ്ണങ്ങൾ ഇടുന്നു. ഇതിപ്പോൾ കുറച്ച് സാമ്പാർ മതി. പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇടും. സാമ്പാർ അധികം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മത്തങ്ങയൊക്കെ ഇടും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ കുറച്ച് കായപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, മുളക്, തക്കാളി ഇത്രയും ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം മുരിങ്ങക്കായാണ് കേട്ടോ ഇടുന്നത്. ഈ മുരിങ്ങക്കായ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്, പറമ്പിലുണ്ടായതാണ്. ഇവിടെ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങക്കായുണ്ട്. മുരിങ്ങക്കായും മാങ്ങയുണ്ട്. അതിന് നമുക്ക് 2 മുളകിടാം, പിന്നെ പച്ചമുളക് കീറിയിടാം. പച്ചമുളക് ഇട്ടു, പിന്നെ വെണ്ടയ്ക്ക ഇട്ടു. അപ്പോൾ അതൊന്ന് വേവട്ടെ. അധികം വേവില്ല. അപ്പോൾ മുരിങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തൃശ്ശൂർക്ക് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നിറച്ച് ഏത് വീട്ടിൽ നോക്കിയാലും കാണാമായിരുന്നു മുരിങ്ങയും. അതിൽ നിറച്ച് മുരിങ്ങക്കായ ഉണ്ടാവും. പിന്നെ മാവ് ഇഷ്ടം പോലെ ഉണ്ട്. അത് പല വെറൈറ്റി മാവുകൾ, പ്രിയൂര്, അങ്ങനെ പലതരം മാവുകൾ. അതായത് നമ്മൾ തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ അത്രയും മുരിങ്ങ ഉണ്ട്, പക്ഷേ ഇതേപോലെ ഇത്രയും അധികം ഇല്ല. റബ്ബറാണല്ലോ അവിടെയൊക്കെ ആ സൈഡിൽ കൂടുതൽ. ഇവിടെ വന്നപ്പം മുരിങ്ങ മാവ് ഒക്കെയാണ്. നല്ല വെറൈറ്റി തരം മാങ്ങകളും ഉണ്ട്. ഒരു പ്രിയൂർ മാങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ അവിടെ അങ്ങനെ ആ ഒരു മാങ്ങ കണ്ടിട്ടില്ല. ഇനി നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇത് നല്ല കറുത്ത പുളിയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കളറങ്ങ് മാറും. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. തക്കാളി കൂടുതലിടുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഷ്ണത്തിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഞാൻ സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ സാമ്പാർ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു. അതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി കലക്കിയത് ഒഴിച്ചു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാറുണ്ട്, കട്ടിയുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇനി ലാസ്റ്റ് കലാപരിപാടി എന്താണ്? കടുക് പൊട്ടിച്ചിടുക എന്ന് പറയും, വറവിടുക എന്ന് പറയും, കടുക് വറുത്തിടുക എന്ന് പറയും അല്ലേ. അപ്പോൾ അതാ എണ്ണ ചൂടായി, കടുകിട്ടു, മുളകിട്ടു, കറിവേപ്പിലയിട്ടു. അതെല്ലാം മൂത്ത് കഴിയുമ്പം ഞാൻ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. ചിലർ ഉലുവപ്പൊടിയാണെങ്കിലും മതി, പക്ഷെ ഞാൻ കൂടുതലും ചേർക്കാറ് ഈ കടുക് വറുക്കുമ്പം ഉലുവപ്പൊടിയാണ്. ചിലർ സാമ്പാറിൻ്റെ കൂടെയും ഉലുവപ്പൊടി ചേർക്കുമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാനങ്ങനെ ചേർത്തിട്ടില്ല. അതേ നമ്മുടെ സാമ്പാറിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നാളത്തെ കലാപരിപാടികളുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.